ഇതൊന്നും ചെവിക്കൊള്ളാൻ അബൂജഹൽ തയ്യാറായില്ല. ആ സമയത്ത് അയാൾ സ്വയം മരിക്കാൻ തീരുമാനിക്കുന്നു. ഞാൻ മരിക്കാൻ തയ്യാറാണ്, എന്നെ അങ്ങോട്ട് കൊല്ലാം എന്ന് പറഞ്ഞപ്പോ ഏറ്റവും കൗതുകകരമായ കാര്യം എന്തെന്ന് വെച്ചാൽ അബൂജഹലിന്റെ മരണവസിയത്താണ്. ഈ ചരിത്രത്തിൽ നമുക്ക് അങ്ങനെ പേരിടാം, അബൂജഹലിന്റെ മരണവസിയത്ത്. കേളേണ്ട തോളരുതാവേലുമ്പൽ ജാഹിലുടൻ നാളം വരണ്ട് മൊഴിയായി കേമിത്ത് നീ പറക നാമോറ്റിടുന്ന പതിഹാവിത്തെ ഹമിതവനി കോളൊക്കെയും പകയെന്നാളൊക്കെയും വഹബിൻ മോൽ പെറ്റ മൈന്ദനവനാ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. കേളേണ്ട തോളരുതാ വേളുമ്പൽ ജാഹിലുടൻ നാളം വരണ്ട് മൊഴിയായി കേമിത്ത് നീ പറക നാമോറ്റിടുന്ന പതിഹാവിത്തെ ഹമിതവനി. ബഹുമാനപ്പെട്ട ഉസ്താദന്മാരെ, നിറഞ്ഞുകൂടിയ വിദ്യാർത്ഥികളെ, അതുപോലെ എന്റെ ശബ്ദം ശ്രവിക്കുന്ന ശ്രോതാക്കൾ, മഹാനായ മൊയ്ൻകുട്ടി വൈദ്യരാൽ രചിതമായ ബദർ ഖിസ്സ പാട്ടിലെ ഒരു ചെറിയ അധ്യായമാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്നത്. ഈ ഒരു ചുരുങ്ങിയ സമയത്ത് ബദറിലെ ഒരു കഥ എന്നുള്ളത് ശ്രമകരമാണ്. എന്തായിരുന്നാലും എനിക്ക് അനുവദനീയമായ ഈ ഒരു സമയത്ത് ബദറിലെ ഒരു ചെറിയ കഥ. ബദർ യുദ്ധം അതിന്റെ തീച്ചുളയിലേക്ക് വലിച്ചെറിയപ്പെട്ട ഒരു സമയം. അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിമാർ ജീവൻ മരണ പോരാട്ടത്തിലാണ്. ആ ഒരു രംഗത്ത് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ കാണപ്പെട്ട ശത്രു അബൂജഹൽ, അദ്ദേഹത്തെ കൊല്ലണം എന്നായിരുന്നു പല സ്വഹാബിമാരുടെയും ആഗ്രഹം. പക്ഷേ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അതിന് വിധി കൊടുത്തതാകട്ടെ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനാണ്. ഈ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്ന് പറയുമ്പോൾ ഒരു കാലത്ത്, അതായത് മുൻകാലത്ത്, ഈ അബൂജഹലിന്റെ വീട്ടിലെ ആട് കൂട്ടുന്ന ആട്ടിടയനാണ്. യജമാനന്റെ നെഞ്ചത്തും കയറിക്കൊണ്ട് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ദീനിന്റെ മഹിമ പറഞ്ഞു, പരിശുദ്ധ റസൂലിന്റെ മദ്ഹ് പറഞ്ഞു. പക്ഷേ ഇതൊന്നും ചെവിക്കൊള്ളാൻ അബൂജഹൽ തയ്യാറായില്ല. ആ സമയത്ത് അയാൾ സ്വയം മരിക്കാൻ തീരുമാനിക്കുന്നു. ഞാൻ മരിക്കാൻ തയ്യാറാണ്, എന്നെ അങ്ങോട്ട് കൊല്ലാം എന്ന് പറഞ്ഞപ്പോ ഏറ്റവും കൗതുകകരമായ കാര്യം എന്തെന്ന് വെച്ചാൽ അബൂജഹലിന്റെ മരണവസിയത്താണ്. ഈ ചരിത്രത്തിൽ നമുക്ക് അങ്ങനെ പേരിടാം, അബൂജഹലിന്റെ മരണവസിയത്ത്. കേളേണ്ട തോളരുതാവേലുമ്പൽ ജാഹിലുടൻ നാളം വരണ്ട് മൊഴിയായി കേമിത്ത് നീ പറക നാമോറ്റിടുന്ന പതിഹാവിത്തെ ഹമിതവനി കോളൊക്കെയും പകയെന്നാളൊക്കെയും വഹബിൻ മോൽ പെറ്റ മൈന്ദനവനാം കോശാതിരിക്കുവലൈ പേശാതിരിക്കരുതേ നൈഷാദറുത്ത തലൈ നീ കേളേണ്ട തോളരുതാ വേളുമ്പൽ ജാഹിലുടൻ നാളം വരണ്ട് മൊഴിയായി കേമിത്ത് നീ പറക നാമോറ്റിടുന്ന പതിഹാവിത്തെ ഹവിതവരി. മഹാനായ മൊയ്ൻകുട്ടി വൈദ്യരുടെ സുന്ദരമായ വരികളോട് ഈ ചരിത്രം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട തോയനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇപ്പോൾ ഇരിക്കുന്നത് തന്റെ മുൻ യജമാനനായ അബൂജഹലിന്റെ നെഞ്ചിലാണ്. അയാൾ അഥവാ എന്നേൽക്കും, അതുകൊണ്ടാണ് ചാടിയിരുന്നത്. എന്തായാലും